തിരിച്ചു കിട്ടുമോ ആ കാലം? മോഹൻലാൽ ശോഭന കോംബോ 2025 വർക്കാകുമോ? ഷൺമുഖന്റെ ആറാട്ട് കാണാൻ കഴിയുമോ? തുടരും ഒളിപ്പിച്ചു വെച്ച ഒരു ചെറിയ സൂത്രം, അത് എന്താണ്? ചിത്രത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സംഗതി വർക്കൗട്ടായാൽ ഉറപ്പാണ് അത് തകർക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ തുടരും സിനിമയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന സംശയങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും. എമ്പുരാൻ എന്ന സിനിമയുടെ റെക്കോർഡ് വിജയത്തിനു ശേഷം മറ്റൊരു മോഹൻലാൽ ചിത്രം റിലീസിന് എത്തുകയാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും വലിയ പ്രതീക്ഷയോടെയാണ് എത്തുന്നത്. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇപ്പോൾ തകർത്തു മുന്നേറുകയാണ്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച അഡ്വാൻസ് ബുക്കിംഗിന് മികച്ച പ്രതികരണമാണ് എല്ലായിടത്തു നിന്നും ലഭിക്കുന്നത്. സിനിമ ഇതിനകം 1 കോടിയുടെ പ്രീസെയിൽ നേടിയെന്നാണ് റിപ്പോർട്ടുകളും പറയുന്നത്. തുടരും സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ 8000 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. പിന്നീടുള്ള 1 മണിക്കൂറിൽ അത് 10000 ടിക്കറ്റുകൾ എന്ന നിലയിലേക്ക് ഉയർന്നു. ചിത്രം ഇപ്പോൾ ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിംഗ് ആയി തുടരുന്നതാണ് കാണാനും സാധിക്കുന്നത്. വരും മണിക്കൂറിൽ അഡ്വാൻസ് ബുക്കിംഗ് റെക്കോർഡ് നിരക്കിലേക്ക് ഉയരാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. വലിയ ബഹങ്ങളില്ലാത്ത പ്രൊമോഷനുമായി എത്തുന്ന ഒരു ചിത്രമാണിത്. അതിനാൽ തന്നെ ഈ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് വലിയ നേട്ടം തന്നെയാണ്. അതേസമയം റിലീസിന് ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നതിനാൽ ഇനിയും കണക്കുകൾ ഉയരുമെന്ന് തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത്. കേരളത്തിലെ പ്രധാന സ്ക്രീനുകളിലൊക്കെ ചിത്രത്തിന്റെ ആദ്യ ഷോകൾ ഇപ്പോൾ ഹൗസ്ഫുള്ളായ സാഹചര്യമാണ്. ഏപ്രിൽ 25-ന് രാവിലെ 10 മണിക്കാണ് സിനിമയുടെ ഫസ്റ്റ് ഷോ ആരംഭിക്കുന്നത്. മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. തുടരും സിനിമയുടെ ചിത്രീകരണം ഏകദേശം 105ഓളം ദിവസമാണ് നീണ്ടുനിന്നത്. പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന പ്രദേശത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ പുരോഗമിക്കുന്നത്. ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരും എന്ന സിനിമയിൽ ഒരു സാധാരണ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. നർമ്മമുഹൂർത്തങ്ങൾക്കും ഫാമിലി ഇമോഷൻസിനുമൊപ്പം അല്പം നിഗൂഢതയും ബാക്കിവെച്ചാണ് സിനിമയുടെ ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. തരുൺ മൂർത്തിയുടെ ചിത്രത്തിൽ ശോഭനയാണ് നായികയായി എത്തുന്നത്. മോഹൻലാലും ശോഭനയും ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം തന്നെയാണ് തുടരും. 2004-ൽ ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലത്തിലാണ് ഇരുവരും അവസാനമായി ജോഡികളായി എത്തിയത്. 2009-ൽ റിലീസ് ചെയ്ത സാഗർ ഏലിയസ് ജാക്കി എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.